വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായം രചിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് ലക്ഷ്യം. ഇച്ഛാശക്തിയോടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ട്രെയിലർ എന്നും നരേന്ദ്രമോദി. എൻഡിഎ നേതാവായി തെരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. സുരേഷ് ഗോപിയെ മോദി പ്രശംസിച്ചു. കേരളത്തിലേത് ചരിത്ര വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. जो साथी विजयी होकर के आए हैं वे सभी अभिनंदन के अधिकारी हैं, लेकिन जिन लाखों कार्यकर्ताओं ने दिन रात परिश्रम किया है, न उन्होंने दिन देखा न रात देखी, और इतनी भयंकर गर्मी में हर दल के कार्यकर्ता ने जो पुरुषार्थ किया है, परिश्रम किया है, मैं आज संविधान सदन के इस सेंट्रल हॉल से सर झुका करके उनको प्रणाम करता हूं. അതേസമയം നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാക്കളായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും വസതികളിലെത്തി സന്ദർശിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ 10 വർഷം ഒരു ട്രെയിലർ മാത്രമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം സുരേഷ് ഗോപിയെയും അദ്ദേഹം പ്രശംസിച്ചു. കേരളത്തിന്റെ സാഹചര്യത്തെയും അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മുതിർന്ന നേതാക്കളായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും സന്ദർശിക്കുകയും ചെയ്തു. ഒപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങൾ കൂടി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ചേർന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ മുന്നണി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് യാത്ര എന്നുള്ളതാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ചിരാഗ് പാസ്വാൻ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു. അവരെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. രാജ്യത്തെ മുൻപോട്ട് നയിക്കാൻ വീണ്ടും NDA മുന്നണിയെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വികസിത ഭാരതം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്. ഒപ്പം രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചു എന്നുള്ളതും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിലെ ഉൾപ്പെടെ വിജയം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ചരിത്ര നേട്ടമാണ്. കേരളത്തിൽ നിരവധി പ്രവർത്തകർ ബലിദാനികളായി. പ്രവർത്തകരുടെ ത്യാഗത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമാണ് വിജയം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം NDA മുന്നണി കെട്ടുറപ്പോടെ മുൻപോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസവും നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി ഒത്തുചേർന്നവരല്ല NDA മുന്നണി, രാജ്യമാണ് പ്രധാനമെന്ന ആശയത്തിൽ NDA ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. വികസനത്തിന്റെയും ജനക്ഷേമ പദ്ധതികളുടെയും പുതിയ അധ്യായം തന്നെ അടുത്ത 5 വർഷത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചേർന്ന NDA യോഗത്തിലാണ് നരേന്ദ്രമോദിയെ വീണ്ടും മുന്നണിയുടെ നേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച നരേന്ദ്രമോദിയോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരുന്നു. ഇനി രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം NDA നേതൃത്വം ഉന്നയിക്കും. അതേസമയം NDA യോഗത്തിന് ശേഷം നരേന്ദ്രമോദി ഡൽഹിയിൽ മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അടുത്തെത്തി അവരുടെ വസതികളിലെത്തി അവരെ സന്ദർശിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ രൂപീകരണത്തിന് തൊട്ടു മുൻപായാണ് BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനിയുടെയും ഒപ്പം മുരളി മനോഹർ ജോഷിയുടെയും വസതികളിൽ എത്തിക്കൊണ്ട് നരേന്ദ്രമോദി അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അപ്പം ജിഷ്ണു, ഈ സുരേഷ് ഗോപി അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടുള്ള വിജയത്തെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ശ്ലാഘിക്കുകയും ചെയ്തത്. ഒപ്പം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായല്ലോ. തീർച്ചയായും ഓരോ സംസ്ഥാനങ്ങളിലും വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം BJP ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ് നരേന്ദ്രമോദി ഇന്ന് ഈ NDA യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് കേരളത്തിലേത് തന്നെയാണ്. കേരളത്തിൽ BJPക്ക് ഇത്തവണ വിജയം നേടാനായി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം നിരവധി പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ്. അവിടെ നിരവധി ആളുകൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ബലിദാനികളാകേണ്ടി വന്നു. പ്രവർത്തകരുടെ ത്യാഗത്തിന്റെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെയും ഫലമാണ് തൃശ്ശൂരിലെ കേരളത്തിലെ വിജയം എന്നുള്ളതാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിജയത്തെ
ചരിത്ര നേട്ടമായി തന്നെയാണ് BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വവും കൈക്കൊള്ളുന്നത്. കഴിഞ്ഞ നിരവധി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലേക്ക് താമര ചിഹ്നത്തിലൊരു ജനപ്രതിനിധിയെ എത്തിക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ആ ഒരു വലിയ നേട്ടമാണ് തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തൽ BJPയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ചരിത്ര പ്രാധാന്യമുള്ള ചരിത്ര നേട്ടമായി തന്നെയാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിനെ BJP വിലയിരുത്തുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.